ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? താങ്കൾ തന്നെ പറയുകയാണ് ഞങ്ങൾ ഇനി ഒരു സംവാദത്തിന് തയ്യാറല്ല. എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഇടതുപക്ഷമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും സമരം ചെയ്തിട്ടുള്ള ആളുകൾ. പഴംപുരാണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ടെലിവിഷൻ തൊട്ട് കമ്പ്യൂട്ടർ തൊട്ട് ട്രാക്ടർ തൊട്ട് ATM വരെ എതിരെ സമരം ചെയ്ത ആളുകൾ ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഇപ്പോൾ സമരം ചെയ്യുന്ന മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു സമരത്തെ ഇങ്ങനെ അങ്ങ് പരിഹസിക്കുക. കഷ്ടം. മണ്ണെണ്ണ തുള്ളലുകാർ, സമര ഉപജീവന മാർഗക്കാർ, അവർക്കെന്താണ് ഈ സമരവുമായിട്ട് ബന്ധം? ഭൂമി പോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് താങ്കളുടെ ചോദ്യം. എന്നിട്ട് താങ്കൾ തന്നെ കോട്ട് ചെയ്ത ഒരു പേരുണ്ടല്ലോ, AK ഗോപാലൻ. അദ്ദേഹം മിച്ചഭൂമി സമരം ചെയ്യുന്നത് മിച്ചഭൂമിയിൽ എവിടെയെങ്കിലും വസ്തു പിടിച്ചെടുത്തിട്ട് സ്വന്തമായി വീട് വെക്കാൻ വേണ്ടിയിട്ടാണോ AK ഗോപാലൻ മിച്ചഭൂമി സമരം ചെയ്തത്? കോൺഗ്രസിന്റെ പ്രതിയായിട്ട് അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമാകുന്നത് അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടാണോ? തിരിച്ചിരിക്കുകയാണോ? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കാളിയാകുന്നത് കോൺഗ്രസിന്റെ പ്രതിയായിട്ട് വൈക്കം അമ്പലനടയിലൂടെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുപോലെയുള്ള പൗരബോധമുള്ള ആളുകളും സമരം ചെയ്യുന്നത് എനിക്കും എന്റെ വീട്ടുകാർക്കും ആവശ്യം വരുമ്പോൾ മാത്രമാകണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും താങ്കൾ പിടിക്കണ്ട. അങ്ങനെയുള്ള സ്വാർത്ഥത കൊണ്ടല്ല ആളുകളൊക്കെ സമരം ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസിന്റെ സമരത്തെ പറ്റി പറയുമ്പോ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയ സമരങ്ങളെ പറ്റിയൊക്കെ താങ്കൾ തന്നെ ഒന്ന് ഓർക്ക്. ഇപ്പൊ ഗെയിലിനെതിരായിട്ട് P രാജീവ് സമരം ചെയ്തു. എന്താ ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്നത് P രാജീവിന്റെ അടുക്കളയിലൂടെയാണോ? അല്ലല്ലോ. അതുകൊണ്ടൊന്നും അല്ലോ അത് സമരം ചെയ്തത്. മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി 50 വർഷത്തെ ഏറ്റവും വലിയ പദ്ധതി. 50 വർഷത്തെ ഏറ്റവും വലിയ പദ്ധതിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള ഒരു പദ്ധതിക്ക് എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നിങ്ങളുടെ ഭാഷയിൽ മണ്ണെണ്ണത്തുള്ളലുകാരായിക്കോട്ടെ, അവരോട് നിങ്ങൾ സംവാദം നടത്താതെ നാട്ടിലെ ചില പ്രാഞ്ചിയേട്ടന്മാരോടും നാട്ടിലെ ചില പ്രമാണിമാരോടും പൗരപ്രമുഖരെന്ന് പറയുന്ന ഒരു സദസ്സുണ്ടാക്കി തിരുവായിക്ക് എതിർവായി ഇല്ലാത്ത പിണറായി വിജയൻ എന്ത് ഘോഘോ വിളിച്ചാലും കൈയടിക്കുകയും മാർപ്പ് വിളിക്കുകയും ചെയ്യുന്ന ക്രൗഡിനോട് മാത്രമേ നിങ്ങൾ സംവദിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ എവിടെയാണ് സർ നിങ്ങളുടെ കമ്മ്യൂണിസം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം